നമസ്കാരം. കേരളത്തിന്റെ മണ്ണിൽ ഇതാ ഒരു രാഷ്ട്രീയ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്നു. പുലർച്ചെ 7 മണിക്ക് തുടങ്ങിയ ഇ ഡി റെയ്ഡ് വെറും ഒരു പരിശോധനയല്ല, ഇത് കേരള രാഷ്ട്രീയത്തിന്റെ നെഞ്ചിലേക്ക് തൊടുത്തുവിട്ട ഒരു വെല്ലുവിളിയാണ്. മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ വസതികളെ ലക്ഷ്യം വെച്ച് കണ്ണൂരിലെയും തിരുവനന്തപുരത്തെയും വീടുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ നടത്തിയ ആ മിന്നൽ നീക്കം അക്ഷരാർത്ഥത്തിൽ കേരളത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. CMRL എക്സാലോജിസ്റ്റിക് മാസപ്പടി കേസിന്റെ പേരിൽ ഹൈക്കോടതിയുടെ മറപിടിച്ച് നടത്തിയ ഈ വേട്ടയാടൽ ഏത് വിധേനയും കേരളത്തിലെ അവസാനത്തെ പ്രതിരോധ കോട്ടയെ തകർക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര ഏജൻസികളുടെ ഗൂഢനീക്കമാണെന്ന് പാർട്ടി പ്രവർത്തകർ അലമുറയിടുന്നു. വീണ വിജയന്റെ ബാംഗ്ലൂരിലെ ഓഫീസ് മുതൽ ശശിധരൻ കർത്തയുടെ വസതി വരെ നീണ്ട ഈ റെയ്ഡ് മണിക്കൂറുകളോളം നീണ്ടുനിന്നപ്പോൾ പ്രവർത്തകരുടെ രക്തം തിളക്കുകയായിരുന്നു. കണ്ണൂരിൽ ഉയർന്ന പ്രതിഷേധം ഒടുവിൽ പൊട്ടിത്തെറിയിലേക്ക് മാറി. ഇ.ഡി ഉദ്യോഗസ്ഥരുടെ കാർ തല്ലിപ്പൊളിച്ചുകൊണ്ട് SFI പ്രവർത്തകർ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ കേരളം BJPക്ക് അടിയറവയ്ക്കുവാൻ ഒരുക്കമല്ല എന്നുള്ള മുന്നറിയിപ്പാണ്. റെയ്ഡിന് ശേഷം വീടിന് പുറത്തേക്ക് വന്ന് പിണറായി വിജയൻ സിംഹഗർജന നടത്തുമ്പോൾ അത് വെറുമൊരു പ്രസംഗമായിരുന്നില്ല. കേന്ദ്ര സർക്കാരിന്റെ തടവറയിൽ തളയ്ക്കുവാൻ ശ്രമിക്കുന്ന ജനാധിപത്യത്തിന്റെ പ്രതിരോധത്തിന്റെ ശബ്ദമായിരുന്നു. അദ്ദേഹം ചോദിച്ചത് വ്യക്തമാണ്. രാഹുൽ ഗാന്ധിയെ പോലെയുള്ളവർക്ക് ഈ റെയ്ഡിൽ എന്തിനെ ഇത്ര ആഹ്ലാദം? സ്വന്തം നാട്ടിൽ കോൺഗ്രസ് പുലർത്തുന്ന ഈ ഇരട്ടത്താപ്പിന്റെ മൗനത്തിന് പിന്നിലെ നിഗൂഢതകളെ PD സതീശൻ എന്തുകൊണ്ട് ഒളിച്ചുവെക്കുന്നു? ഡൽഹിയിൽ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ആം ആദ്മി പാർട്ടിയുടെ നട്ടെല്ലൊടിക്കുവാൻ BJPക്ക് സാധിച്ചെങ്കിൽ അത്തരമൊരു കുതന്ത്രമാണോ കേരളത്തിലും നടപ്പിലാക്കാൻ നോക്കുന്നതെന്ന് പിണറായി തുറന്നടിക്കുന്നു. പക്ഷെ ഇവിടെ ഓർത്തുവെക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരളം ഡൽഹിയല്ല. BJPയുടെ കാവിപ്പടയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ നെഞ്ചുവിരിച്ചു നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തകർക്കുവാൻ ഇറങ്ങിത്തിരിച്ചാൽ അത് കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടം തന്നെ മാറ്റിമറിക്കുന്ന വലിയൊരു പോരാട്ടത്തിനാകും തുടക്കമിടുക. കാവി രാഷ്ട്രീയത്തിന് കടന്നുവരുവാൻ വഴികളടച്ച് ഈ മണ്ണിലെ അവസാനത്തെ കോട്ട കാക്കുവാൻ തയ്യാറായി നിൽക്കുന്ന CPMനെ വേട്ടയാടുന്നതിലൂടെ പിണറായി വിജയനെ മാത്രമല്ല കേരളത്തെ തന്നെയാകാം നിങ്ങൾ വെല്ലുവിളിക്കുന്നത്. ഈ പോരാട്ടം ഇവിടെ അവസാനിക്കുന്നില്ല. ഇത് വെറുമൊരു തുടക്കം മാത്രമാണ്. വരും ദിവസങ്ങളിൽ കേരളം കാണാൻ പോകുന്നത് തീപാറുന്ന രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ നാളുകളുമായിരിക്കും. CPMനെതിരായുള്ള ഇ.ഡി റെയ്ഡ് കാണുമ്പോൾ ആഹ്ലാദിക്കുന്നവർ ഒന്ന് മനസ്സിലാക്കണം, നാളെ നിങ്ങളുടെ വീടുകളിലേക്കും ഇതേ ഇ.ഡി റെയ്ഡ് വരുമെന്ന്. പുലർച്ചകളിൽ നിങ്ങളുടെ വീട്ടുപടിക്കലും ഈ AK-47 തോക്കുമായി പട്ടാളം ഇറങ്ങില്ലേ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്.